നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് PSC മുൻവർഷങ്ങൾ നടത്തിയ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. അതായത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഈ 3 ഓപ്ഷനും ശരിയാണ്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ശരിയായത് കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹം 1928, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബിയും സിയും ഡിയും ശരിയാണ്. വൈക്കം സത്യാഗ്രഹം 1924 ബാക്കി എല്ലാ ഓപ്ഷനും ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, TK മാധവൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്വാമി വിവേകാനന്ദൻ. അടുത്തത്, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഇതിനകത്ത് ഓപ്ഷൻ എ മാത്രമാണ് റോങ് ആയിട്ട് വരുന്നത്. അതായത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികളല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആൻസർ സി ആണ്, ശ്രീനാരായണ ഗുരു. അടുത്തത്, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? ആൻസർ ഓപ്ഷൻ സി, അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, തോമസ് ഹാർവേ ബാബർ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. നെക്സ്റ്റ്, 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഈ 2 ഓപ്ഷനും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചാന്നാർ ലഹള, പിന്നെ നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്,
1ഉം 2ഉം 4ഉം ശരിയാണ്.